ദൈവം സത്യത്തിലുണ്ടോ? നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ദൈവമുണ്ടോ? ഈയൊരു ചോദ്യം കേട്ടാൽ ചിലർ ഉടനെ പറയും ഉണ്ട്, ചിലർ പറയും ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കേട്ടുകഴിഞ്ഞാൽ ആ ഉത്തരം അത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ മാറ്റിമറിച്ചേക്കാം. ശാന്തമായ ഒരു പ്രഭാതം. ഗൗതമബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. കാറ്റില്ല, ബഹളമില്ല. പക്ഷികളുടെ ഒരു നേർത്ത ശബ്ദം മാത്രം ആ നിശബ്ദതയിലുണ്ടായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രായം കൊണ്ട് ക്ഷീണിച്ച ആ മനുഷ്യൻ ബുദ്ധനെ ദൂരെ നിന്ന് കണ്ടു. ഒരു നിമിഷം നിഴലിൽ നിന്നു. പിന്നെ പതുക്കെ അടുത്തേക്ക് നടന്നു. ആ മനുഷ്യൻ ആരായിരുന്നു? അദ്ദേഹം ഒരു കടുത്ത വിശ്വാസിയായിരുന്നു. ജീവിതം മുഴുവൻ ദൈവത്തെ ആരാധിച്ച ആൾ. ക്ഷേത്രങ്ങൾ പണിതു, മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു. ദൈവഭക്തി ഒരു ശ്വാസം പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒരു ഭയമുള്ളിൽ കൂട്ടിനുണ്ടായിരുന്നു. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടു ഒരിക്കൽ പോലും ദൈവമുണ്ടെന്ന് ഉള്ളിൽ ശരിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരനുഭവമില്ല, ഒരു ഉറപ്പില്ല. ഒരൊറ്റ ചോദ്യം ആ ഉള്ളിൽ കത്തി നിന്നു. ദൈവമില്ലെങ്കിൽ എന്റെ ഇതുവരെയുള്ള ജീവിതം മുഴുവൻ പാഴായിപ്പോയോ? ആ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യാതെ അദ്ദേഹം ബുദ്ധന്റെ അടുത്തെത്തി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പാക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു, ഹേ മഹാത്മാവേ, ദൈവമുണ്ടോ ഇല്ലയോ? നീണ്ട ഉത്തരം വേണ്ട. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബുദ്ധൻ ആ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി. പിന്നെ ശാന്തമായി ഗൗരവത്തോടെ പറഞ്ഞു, ഇല്ല, ദൈവമില്ല. ആ വൃദ്ധൻ ഞെട്ടി. ജീവിതം മുഴുവൻ പടുത്തുയർത്തിയ വിശ്വാസം ബുദ്ധന്റെ ഒറ്റ ഉത്തരത്തിൽ തകർന്നു വീണ പോലെ തോന്നി. ഒന്നും ഉരിയാടാൻ കഴിയാതെ ഒത്തിരി ചോദ്യങ്ങൾ ഉള്ളിലൊതുക്കി ആ മനുഷ്യൻ അവിടെ നിന്നും മടങ്ങി. അന്ന് വൈകുന്നേരം വേറൊരാൾ അവിടെ എത്തി. ഇദ്ദേഹം ആദ്യത്തെ ആളുടെ നേർവിപരീതമായിരുന്നു. ഒരു കടുത്ത നിരീശ്വരവാദി. ദൈവമില്ലെന്ന് ജനങ്ങൾക്ക് തെളിയിക്കുകയായിരുന്നു ജീവിത ലക്ഷ്യം. പുരോഹിതന്മാരോടും പണ്ഡിതന്മാരോടും തർക്കിച്ചിരുന്നു. ദൈവവിശ്വാസത്തെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. ആ തർക്കങ്ങൾ ജയിക്കുമ്പോൾ ഉള്ളിൽ ഒരു സംതൃപ്തിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രായമായ ഈ ഘട്ടത്തിൽ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം, ഒരുപക്ഷേ ഞാൻ തെറ്റുകാരനായിരുന്നെങ്കിലോ, ദൈവമുണ്ടെങ്കിലോ, ഞാൻ ഇത്ര കാലം ജനങ്ങളോട് തെറ്റു പറഞ്ഞിരുന്നെങ്കിൽ. ആ ചോദ്യം ഉള്ളിലൊതുക്കി ഉത്തരം തേടി ആ മനുഷ്യനും ബുദ്ധന്റെ അടുത്തെത്തി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുറപ്പായപ്പോൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു, മഹാത്മാവേ, താങ്കൾക്ക് സത്യമറിയാമെന്ന് ആളുകൾ പറയുന്നു. ദൈവമുണ്ടോ ഇല്ലയോ? ബുദ്ധൻ ആ മനുഷ്യനെ നോക്കി. ഒരു നിമിഷം മൗനം. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഉണ്ട്, ദൈവമുണ്ട്. ആ നിരീശ്വരവാദി ഒരേ സമയം ഭ്രമിക്കുകയും ഉലയുകയും ചെയ്തു. ജീവിതം മുഴുവൻ ഉറച്ചുപിടിച്ച ആ ഉറപ്പ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഉലഞ്ഞ പോലെ. ദേഷ്യവും ആശ്ചര്യവും ഉള്ളിലൊതുക്കി ആ മനുഷ്യൻ നിശബ്ദനായി മടങ്ങി. ഇതൊക്കെ ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരു ശിഷ്യന് ആ രാത്രി ഉറക്കം വന്നില്ല. രണ്ടു ആളുകൾ, ഒരേ ചോദ്യം, രണ്ട് വ്യത്യസ്ത ഉത്തരങ്ങൾ. ഗുരു കള്ളം പറഞ്ഞോ? ഒരു ചതിയുണ്ടോ ഇതിൽ? ആ ശിഷ്യൻ ഇരുട്ടത്ത്. ബുദ്ധൻ ഒറ്റയ്ക്കിരിക്കുന്നിടത്തേക്ക് ചെന്ന് ചോദിച്ചു, പ്രഭോ, രാവിലെ വന്ന ആളോട് ദൈവമില്ല എന്ന് അങ്ങ് പറഞ്ഞു. വൈകുന്നേരം വന്ന ആളോട് ദൈവമുണ്ട് എന്നും പറഞ്ഞു. ഇതിൽ ഏതാണ് സത്യം? ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. ബുദ്ധൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ആ ശിഷ്യനെ നോക്കി. ഞാൻ അവർക്ക് നൽകിയ ഉത്തരം അവർക്കു വേണ്ടി മാത്രമുള്ളതായിരുന്നു, നിനക്കുള്ളതല്ല. ശിഷ്യൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, അതെന്താണ് അർത്ഥം പ്രഭോ? ബുദ്ധൻ പറഞ്ഞു, രാവിലെ വന്ന ആ വൃദ്ധൻ ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കുന്നവനായിരുന്നു. ഒരിക്കൽ പോലും ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളിലേക്ക് നോക്കി ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ അന്ധവിശ്വാസം തകർത്ത് ഉള്ളിലൊരു ചോദ്യം ജനിപ്പിക്കാനാണ് ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞത്. ആ ഞെട്ടലുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ശരിക്കന്വേഷിക്കുമായിരുന്നില്ല. വൈകുന്നേരം വന്ന ആ മനുഷ്യൻ ദൈവത്തെ അന്ധമായി നിഷേധിക്കുന്നവനായിരുന്നു. ദൈവമുണ്ടാകാമെന്ന ഒരു സാധ്യത പോലും ആ മനസ്സ് അനുവദിക്കുമായിരുന്നില്ല. ഞാൻ ദൈവമുണ്ട് എന്ന് പറഞ്ഞത് ആ ഉറഞ്ഞ ഉറപ്പ് ഉലക്കാനാണ്. ഉള്ളിൽ ഒരു ചെറിയ ചോദ്യം ജനിച്ചാൽ മതി, അന്വേഷണം ആരംഭിക്കും. ശിഷ്യൻ ഒരു നിമിഷം ആലോചിച്ചു. അതായത് വിശ്വാസിക്കാവശ്യം സംശയവും നിരീശ്വരവാദിക്കാവശ്യം വിശ്വാസത്തിന്റെ ഒരു ചെറിയ തുറസുമായിരുന്നു, അല്ലേ? ബുദ്ധൻ തലയാട്ടി. ശിഷ്യൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ ചോദിച്ചു, എങ്കിൽ ഞാൻ എന്തു ചെയ്യണം പ്രഭോ? ബുദ്ധൻ പറഞ്ഞു, നീ നിശബ്ദനായി ധ്യാനം തുടരുക. സത്യം, ഒരു ദിവസം
നിന്നോട് തന്നെ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ കഥ ഒന്ന് ആലോചിക്കൂ. രണ്ടു ആളുകൾ. ഒരാൾ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചു, മറ്റൊരാൾ ദൈവമില്ലെന്ന് വിശ്വസിച്ചു. ഒറ്റ നോട്ടത്തിൽ ഇവർ തികച്ചും വ്യത്യസ്തരാണ്. പക്ഷേ ബുദ്ധൻ ഇവർ രണ്ടുപേരെയും ഒരേ കണ്ണോടെ കണ്ടു. കാരണം ഒരേ ബലഹീനതയായിരുന്നു ഇരുവർക്കും: അന്ധമായ ഉറപ്പ്. ഒരാൾ ഒരിക്കൽ പോലും ശരിക്ക് ചോദിച്ചിരുന്നില്ല, ദൈവമുണ്ടോ എന്ന്. മറ്റൊരാൾ ഒരിക്കൽ പോലും ആലോചിച്ചിരുന്നില്ല, ദൈവമുണ്ടാകുമോ എന്ന്. രണ്ടുപേർക്കും ഉള്ളിൽ ഒരേ ഇരുട്ടായിരുന്നു. ഒരാൾ ആ ഇരുട്ടിനെ വിശ്വാസം എന്ന് വിളിച്ചു, മറ്റൊരാൾ യുക്തി എന്ന് വിളിച്ചു. ഒരു ഗ്ലാസ് വെള്ളം മനസ്സിൽ കാണൂ. ആ ഗ്ലാസ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒരു തുള്ളി കൂടി ഒഴിക്കാൻ ശ്രമിച്ചാൽ അത് ചിതറി വീഴും. എനിക്ക് ഇക്കാര്യം അറിയാമെന്ന് ഉറഞ്ഞുപോയ ഒരു മനസ്സ് ആ നിറഞ്ഞ ഗ്ലാസ് പോലെയാണ്. ഒരു പുതിയ അറിവും ഇനി അതിലേക്ക് ഇറങ്ങില്ല. പക്ഷെ ആ ഗ്ലാസ് ഒഴിക്കുന്ന നിമിഷം ഉള്ളതൊഴിക്കാൻ ഇടമുണ്ടാകുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് ആ മനസ്സ് സമ്മതിക്കുന്ന നിമിഷം ഒരു വലിയ വാതിൽ അവിടെ തുറക്കപ്പെടുന്നു. ദൈവമുണ്ടോ ഇല്ലയോ എന്നത് ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരമല്ല. അത് ഒരു ജീവിതകാലം മുഴുവൻ ആഴത്തിൽ അന്വേഷിക്കേണ്ട ഒന്നാണ്. ആ അന്വേഷണം ആരംഭിക്കണമെങ്കിൽ ഒന്നു മതി: ഒരു തുറന്ന മനസ്സ്. മുൻവിധിയില്ലാത്ത, എനിക്കറിയില്ല എന്ന് ആത്മാർത്ഥമായി സമ്മതിക്കുന്ന ഒരു മനസ്സ്. ബുദ്ധൻ ആ ശിഷ്യനോട് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് ഓർക്കൂ: നിശബ്ദനായി ധ്യാനം തുടരുക, സത്യം താനേ വെളിപ്പെടും. ഒരുപക്ഷെ ഈ ജീവിതത്തിൽ ഏറ്റവും ധൈര്യശാലി, ഏറ്റവും ഉറച്ച ഉത്തരം പറഞ്ഞവനല്ല, ഏറ്റവും ആഴത്തോടെ ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചവനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.